ദൈവകൃപയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വിശ്വാസികളായി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ഇന്ന് നോമ്പിൻ്റെ 11ാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ ദൈവം നമ്മെ ഒരു പ്രത്യേക ചിന്തയിലേക്കാണ് നയിക്കുന്നത്. തിരുപ്പിറവി നമ്മുടെ ഭവനങ്ങൾക്കല്ല, നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരേണ്ടത്. ആദ്യം നമുക്ക് ആ തിരുവചനം ഏതാണ് എന്ന് ഒന്ന് മനസ്സിലാക്കാം. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം അതിപ്രകാരം പറയുന്നു: ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ആമേൻ. ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. നോമ്പിന്റെ എല്ലാ ദിവസവും ദൈവത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുന്ന ഒരു യാത്രയിലാണ് നാം ഓരോരുത്തരും. ഇന്ന് 11ാം ദിവസത്തെ നോമ്പിലേക്ക്, തിരുപ്പിറവിക്കായി ഒരുങ്ങുന്ന ധ്യാനത്തിലേക്ക്, ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് നാം എത്തി നിൽക്കുകയാണ്. ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ നിന്റെ ഹൃദയത്തിന്റെ വാതിൽ എനിക്കായി തുറക്കുന്നു. ദൈവം നമ്മെ അന്വേഷിക്കുന്ന ഒരു ദൈവമാണ്. ക്രിസ്തുവിന്റെ ജനനത്തിലെ ഏറ്റവും വലിയ ഒരു സത്യവും അതാണ്. ദൈവം മനുഷ്യനെ അന്വേഷിച്ച് എത്തിയതാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ആമേൻ. അതാണ് വിശുദ്ധ ലൂക്കോസ് 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മൾ പലപ്പോഴും ദൈവത്തെ വിട്ട് ഓടിയിട്ടുണ്ട്, പക്ഷെ ദൈവം ഒരിക്കലും നമ്മെ വിട്ടു കളഞ്ഞിട്ടില്ല. നമ്മൾ തകർന്ന് തരിപ്പണമായ സ്ഥലത്ത് വരെ ദൈവത്തിൻ്റെ ഒരു കൈത്താങ്ങ്, ഒരു സ്നേഹം അത് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത് എത്താറുമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്തനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും, പ്രശ്നങ്ങൾ, തെറ്റുകൾ, കണ്ണുനീർ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ദൈവം ഇപ്പോഴും നിങ്ങളെ അന്വേഷിക്കുകയാണ്. തിരുപ്പിറവിയുടെ തയ്യാറെടുപ്പ് എന്നുള്ളത് ഹൃദയം ശുദ്ധിയാക്കൽ തന്നെയാണ്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. നമ്മുടെ മനസ്സിൽ നിന്നുള്ള വൈരാഗ്യം, കുറ്റബോധം, പഴയ മുറിപ്പാടുകൾ, കടുപ്പമുള്ള വാക്കുകൾ, ഇവയെല്ലാം പുറത്തേക്ക് ഉപേക്ഷിക്കേണ്ട സമയമാണിത്. ദൈവം ഹൃദയശുദ്ധിയുള്ളവരെയാണ് അന്വേഷിക്കുന്നത്. ദൈവം ശുദ്ധ ഹൃദയത്തിലാണ് വസിക്കുന്നത്. പുറത്തെ നോമ്പ് മാറ്റം ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല, പക്ഷേ ഹൃദയ നോമ്പാണ് ദൈവത്തെ നമുക്ക് അനുഭവിക്കുവാനുള്ള ഒരു വഴി. ദൈവം ഇത് പുതുതായി എന്തോ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി. നോമ്പ് ഒരു പുതിയ ശീലമല്ല, മറിച്ച് ദൈവം നമ്മുടെ ഉള്ളിൽ പുതുതായി പ്രവർത്തിക്കുന്ന ഒരു പുനർജന്മ യാത്രയാണ്. ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് എപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ല. അതാണ് യെശയ്യാ പ്രവാചകൻ 43-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നത്. ദൈവമെന്ന് നിങ്ങളെ പുതുക്കും. നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും. നിങ്ങളുടെ ഭയം അത് ധൈര്യമായി തീരും. നിങ്ങളുടെ പാതകൾ അത് തുറന്നു കിട്ടും. നിങ്ങൾ നടക്കുവാൻ ഭയക്കുന്ന വഴികളിൽ ദൈവം നിങ്ങളെ കൈപിടിച്ചു നടത്തും. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് യഥാർത്ഥ തിരുപ്പിറവി. തിരുപ്പിറവി എന്നത് ഒരു ആഘോഷ തീയതി മാത്രമല്ല, കേവലം അതൊരു ആഘോഷ തീയതിയല്ല. ക്രിസ്തു നമ്മളിൽ ജനിക്കുന്ന ദിവസം തന്നെയാണ് യഥാർത്ഥ പിറവി. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ആമീൻ. എനിക്കുള്ളിൽ വരാൻ നീ തയ്യാറാണ്? കർത്താവേ, ഈ 11ാം ദിവസത്തെ നോമ്പിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ തുറക്കുന്നു. എന്നെയൊന്ന് ശുദ്ധമാക്കണമേ, എന്നെയൊന്ന് പുതുക്കണമേ. തിരുപ്പിറവിയുടെ വെളിച്ചം എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കണമേ. എൻ്റെ വഴികളിൽ എന്നെ അത് നയിക്കണമേ. ദൈവം നിങ്ങളെ വിട്ടുകളയുകയില്ല.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ വരുന്നു. ഇന്ന് ഈ നിമിഷം ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.